കൂടല്ലൂരിനെ കുറിച്ച് MT എഴുതിയപ്പോഴൊക്കെ അതിൽ യൂസഫിന്റെ കടയുണ്ടായിരുന്നു. ആ കടയാണ് ഇന്ന്. ആ കടയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ യൂസഫിന്റെ മകൻ ജബ്ബാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കടയ്ക്ക് ഒരുപാട് മാറ്റം വന്നു അല്ലേ? അന്നത്തെ കാലത്തെ ഒരു 1952 കാലഘട്ടത്തിലൊക്കെ 1947 കട തുടങ്ങിയത്. ഒരു 50-52 കാലഘട്ടത്തിലാണ് ഈ നോവൽ എഴുതിയത്. ആ സമയത്ത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു, അന്നത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്കൂളിംഗ് തുടങ്ങിയ കാലത്ത്, ഓർമ്മ വെച്ച കാലത്ത് അതൊക്കെ നമ്മളിങ്ങനെ കണ്ടു വളർന്ന് അതാണ്. ക്ലാസിക് നോവലായിട്ടുള്ള 4 കെട്ട് എഴുതിയപ്പോഴാണ്, ആ സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം അന്നത്തെ സ്ഥിരം സന്ദർശകനായിരുന്നു കടയിൽ. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തുമായിരുന്നു ഉപ്പാട്. അത് ലോക ക്ലാസിക്കുകളിലൊന്നായി മാറി, ലോകപ്രസിദ്ധമായി. 23-ാമത്തെ വയസ്സിൽ ഒരു എഴുത്തുകാരൻ എഴുതിയ ആ കൃതി ലോകപ്രസിദ്ധമാകുക എന്ന് പറയുമ്പോൾ അത് വളരെ അപൂർവം കാര്യങ്ങൾ ഒന്നാണ്. അങ്ങനെ പിന്നെ പുള്ളി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു കോഴിക്കോട്ടേക്ക്. ഇപ്പോൾ അപ്പം എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ പുള്ളി ഇവിടെ ഇല്ല. പക്ഷേ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കേൾക്കുന്നത് പിന്നെ അതൊക്കെ പാട്ട വാസു എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഉപ്പ പറഞ്ഞ് കേൾക്കാറുള്ളത്. ഈ അദ്ദേഹത്തിൻ്റെ നോവലുകളിലായാലും കഥകളിലായാലും ഈ കൂടല്ലൂരില്ലാത്തൊരു ലോകം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതെ, അദ്ദേഹം ഈ ഭാരതപ്പുഴയും ഈ ഇതൊക്കെയാണ് പുള്ളിയുടേത്. ആ ഭാരതപ്പുഴയുടെ ഭംഗി കണ്ടിട്ട് അദ്ദേഹം ഒരു ചെറിയൊരു നെസ്റ്റ് അവിടെ ഉണ്ടാക്കി വെച്ചു ഇടയ്ക്കിടയ്ക്ക് വരാനായിട്ട്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട്, ഞങ്ങളുടെ കുടുംബത്തിന് വ്യക്തിപരമായിട്ട് എന്ന് പറഞ്ഞാൽ എവിടെ ചെല്ലുമ്പോഴും MTയുടെ സുഹൃത്തിൻ്റെ മകനാണ് മലയാളം പറയുമ്പോൾ നമുക്കതൊരു വലിയ അംഗീകാരമാണ്. ചിലപ്പോൾ അത് എനിക്ക് പലപ്പോഴും യൂട്ടിലൈസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് പലയിടത്തും. മനസ്സിലായോ? കുവൈറ്റ് എംബസിയിൽ എനിക്കത് വലിയ ഉപകാരമായിട്ടുണ്ട് 1-2 പ്രാവശ്യം. എവിടെ വെച്ച് എഴുതിയാലും MT ഒരു കൂടല്ലൂരുകാരനാണെന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ എപ്പോഴും ഈ കൂടല്ലൂരും ഈ ഭാരതപ്പുഴയും ഭാഗമായിട്ടുണ്ട്. മൽഗൂഷി മോഹനപ്പം, ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.